നിങ്ങളൊരു ഫാസ്റ്റ് ബോളർ ആണോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും മാച്ചസ് കളിക്കുന്ന സമയത്തും ഇഞ്ചുറീസ് വരാറുണ്ടോ? ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉള്ള 3 കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്നസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാസ്റ്റ് ബോളേഴ്സിന് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഒരു ലിമിറ്റഡ് ബോൾസ് നിങ്ങൾ എറിഞ്ഞു കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ബോഡിയിൽ പലയിടത്തും പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ അത് ഇഞ്ചുറിയിലേക്ക് എത്തുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഫിറ്റ്നസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഓവർ ബോളിംഗ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഫാസ്റ്റ് ബോളർ ആണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും മാച്ചസ് കളിക്കുമ്പോഴായാലും നിങ്ങളുടെ കായികക്ഷമതയ്ക്ക് പറ്റുന്ന ലെവലിലുള്ള ബോളിംഗ് നിങ്ങൾ എറിയാവൂ. കാര്യം എത്ര ഓവേഴ്സ് എറിയണം എന്നുള്ളതിന് ഒരു കാൽക്കുലേഷൻ വേണം. ഒരു പരിധി കൂടുതൽ ബോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് എറിഞ്ഞുകൊണ്ടിരുന്നാലും നമുക്ക് ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഓവർ ബോളിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദെൻ മൂന്നാമത് നമ്മൾ നോക്കുന്ന പോയിന്റ്, നിങ്ങൾ ചെയ്യുന്ന ബോളിംഗ് ആക്ഷനിലും നിങ്ങളുടെ റണ്ണപ്പിലും എല്ലാത്തിലും വരുന്ന മിസ്റ്റേക്സ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്സ് ഫോളോ ചെയ്യാതെ ബോൾ ചെയ്യുമ്പോഴാണ് പിന്നീട് ഇഞ്ചുറി വരാനുള്ള മറ്റൊരു ചാൻസ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബോളിംഗ് ആക്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണം നിങ്ങൾ ബോൾ ചെയ്യാനായിട്ട്. ബോളിംഗ് ആക്ഷനിൽ ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ട് ഓൺ ബോളേഴ്സ് ഉണ്ട്, സൈഡ് ഓൺ ബോളേഴ്സ് ഉണ്ട്, സെമി ഓപ്പൺ ബോളേഴ്സ് ഉണ്ട്. ഇതല്ലാതെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് നിങ്ങളുടെ ബോളിങ്ങിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കോച്ചിനെ കണ്ട് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടെക്നിക്സ് കറക്റ്റ് ചെയ്യാൻ നോക്കേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബോളിംഗ് ആക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ബോളിംഗ് ആക്ഷനിലൂടെ നിങ്ങൾക്ക് ഇഞ്ചുറി മാക്സിമം കുറയ്ക്കാനും പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബോഡിയിലുള്ള മസിൽസിന് സ്ട്രെങ്ത്തും സ്റ്റാമിന, സ്റ്റെബിലിറ്റി ആൻഡ് പവർ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളുടെ പ്രായപരിധിക്ക് അനുസരിച്ചിട്ടുള്ള ബോളിംഗ് ലോഡ് നിങ്ങൾ ഓരോ സെഷനിലും എടുക്കാനായിട്ട് നോക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബോളിംഗ് ആക്ഷൻ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ബോളിംഗ് ആക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം അതിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങളൊരു കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ബോളർ ചെയ്യാനായിട്ട് നോക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഇഞ്ചുറീസ് കുറച്ച് നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ. നിങ്ങളൊരു ഫാസ്റ്റ് ബോളർ ആണോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും മാച്ചസ് കളിക്കുന്ന സമയത്തും ഇഞ്ചുറീസ് വരാറുണ്ടോ? ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉള്ള 3 കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്നസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാസ്റ്റ് ബോളേഴ്സിന് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഒരു ലിമിറ്റഡ് ബോൾസ് നിങ്ങൾ എറിഞ്ഞു കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ബോഡിയിൽ പലയിടത്തും പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ അത് ഇഞ്ചുറിയിലേക്ക് എത്തുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഫിറ്റ്നസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഓവർ ബോളിംഗ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഫാസ്റ്റ് ബോളർ ആണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ്